ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനേയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറി പൊട്ടിയ പമ്പരം. കമ്പഴും നിന്റെ പൂരിക കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനേയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ാണ് ഈ അഴിമതിക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മുജീബ് കമ്പാർ ഇപ്പൊ പഞ്ചായത്തിൽ അഴിമതിയൊക്കെ കഴിഞ്ഞു. അവിടെ നിധിയുണ്ടെന്ന് പറഞ്ഞ് ആ നിധി കുടിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഇത് വലിയ വിഷയമാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കേരള രാഷ്ട്രീയത്തിനാവില്ല. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പ്രാദേശികവാദികൾക്കാകില്ല. മുസ്ലിം ലീഗിന്റെ അടക്കം പ്രവർത്തകന്മാർ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങളുടെ സമരം ശക്തിപ്പെടുത്തണം. ഇന്നിവിടെ LDF മാത്രമല്ല മറ്റു കക്ഷികളെല്ലാം തന്നെ സമരത്തിന്റെ പാതയിലാണ്. ജനങ്ങൾ ആകെ പ്രതിഷേധത്തിലാണ്. ഈ അവർക്കും അറിയുന്ന സംഭവമാണ്. അഴിമതിക്ക് പേരുകേട്ട പഞ്ചായത്താണ് ഇവിടുത്തെ മുഖ്യനാൾ പുത്തൂർ പഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗും UDF-ഉമാണ്. ആ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അഴിമതിയും വിജിലൻസുമായി ഈ പഞ്ചായത്ത് നിറയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജീർണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് ഏത് വിഷയം എടുത്തു നോക്കിയാണെങ്കിലും അഴിമതിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെച്ചുറപ്പിക്കാൻ ഒരിക്കലും UDF തയ്യാറാവാൻ പാടില്ല. അത് അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയണം. അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകണം UDF. അദ്ദേഹത്തെ അദ്ദേഹത്തിന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF-ന്റെ ഇന്നത്തെ ഈ മാർച്ച് നടത്തുന്നത്. മുജീബ് കമ്പാർ ഒരു നിമിഷം പോലും വൈസ് പ്രസിഡന്റായി തുടരാനുള്ള അവകാശമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF-ന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഈ മുഖ്യനാൾ പുത്തൂർ പഞ്ചായത്തിലേക്ക് മാർച്ച്. ഒരു നിമിഷം പോലും അദ്ദേഹം നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അദ്ദേഹം രാജിവെക്കുന്നത് വരെ ജനങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സമരത്തിന്റെ പാതയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ജയ് LDF. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് ഈ മുജീബ് കമ്പാർ. ആ മുജീബ് കമ്പാർ ഒരു സമയത്തൊക്കെ ഈ നാടിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടന്ന ഒരു മാന്യനായിരുന്നു എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മാന്യത എന്ന് പറഞ്ഞാൽ കപടമാന്യത. നമ്മുടെ ഭരണഘടന, നമ്മുടെ നിലവിലെ നിയമ സംഹിത ഇതൊക്കെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി അവിടെ പറയുന്നു, എന്നിൽ കഴിയുന്ന രൂപത്തിൽ നീതിപൂർവമായിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ നാടിനെ, എൻ്റെ ജനങ്ങളെ, എൻ്റെ ഈ പ്രദേശത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സേവിക്കും, സഹായിക്കും എന്നതാണ് ആ പ്രതിജ്ഞ കൊണ്ട്
നമ്മുടെ നാട് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്താണ് മുജീബ് കമ്പാർ ചെയ്തത്? മുജീബ് കമ്പാറിനെ പോലെയുള്ള ഒരു ഉയർന്ന സ്ഥാനം ഒരു പ്രാദേശിക പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുന്ന, ഏൽപ്പിക്കുന്ന ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആ വ്യക്തി എന്താണ് ചെയ്തത്? പരസ്യമായിട്ട് പട്ടാപ്പകൽ ധനം സമ്പാദിക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പട്ടാപ്പകൽ പിക്കാസും പാരക്കമ്പിയുമായിട്ട് ഒരു പൊതുസ്ഥലത്ത്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള മേഖലയാണ്. ആ മേഖലയിൽ പോയിട്ട് കിണർ കുഴിക്കുക. അവിടെ സ്വർണമുണ്ട്, ധനമുണ്ട്, ആഭരണങ്ങളുണ്ട്. അത് എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും വേണ്ടി കൈയടക്കണം, കൊള്ളയടിക്കണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മളൊക്കെ ഇന്നലെ വരെ സ്നേഹിക്കും ബഹുമാനിക്കും ചെയ്ത വൈസ് പ്രസിഡന്റ്. ആണ് എന്നതിനുള്ള തെളിവാണ്. പരസ്യമായിട്ട് നാട്ടുകാർ പിടിക്കുന്നു, പരസ്യമായിട്ട് പോലീസ് പിടിക്കുന്നു, കേസെടുക്കുന്നു. നമുക്കൊന്ന് ഒന്ന് രണ്ട് കാര്യം പറയും. എന്താ വലിയ നേതൃത്വം? ഇവിടെ BJP ഉണ്ട്. ബി ജെ പി നിലപാടെന്ത് ഇക്കാര്യത്തിൽ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. 2-3 ദിവസം 4-5 ദിവസമായില്ലേ സംഭവം നടന്നിട്ട്? ഒരു പ്രതികരണവുമില്ലല്ലോ. നേതൃത്വം നിലപാടെന്താ? നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ തൊട്ടതിനും ഇതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗ്. ഇവിടെ ഞങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. മുഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ആധിപത്യമാണ് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കും എന്ന അഹങ്കാരം പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. മുഗ്രാൽപുത്തൂർ DYFI അല്ല LDF ചോദിക്കുന്നു, എന്താ ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? മുജീബ് കമ്പാർ ചെയ്ത് ശരിയാണോ? ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറ, ശരിയല്ലെങ്കിൽ ശരിയല്ല, അവർ രാജിവെക്കണമെന്ന് പറ. ത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ അനധികൃതമായിട്ടാണ് നിലകൊള്ളുന്നുള്ളത്. ആ അനധികൃതമായി നിലകൊള്ളുന്ന സ്ഥാപനങ്ങളൊക്കെയും സംരക്ഷിച്ചു പോകുന്നത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. പല വിഷയത്തിലും നമ്മൾ ഇടപെട്ട സമയത്തൊക്കെ ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബാണെങ്കിൽ ഇവർക്ക് ഇതൊക്കെ വകവെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള BJP ആണ്. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ പഞ്ചായത്തിനകത്തേക്ക് ഒരു എതിർ ശബ്ദമായി ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ വന്നത് മുതൽ അവരുടെ ഈ കള്ളത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ നാടിനകത്ത് കക്കാൻ വേണ്ടി പറ്റുമെന്ന് അവർ നോക്കുമ്പോൾ ഈ നാടിനകത്ത് LDFൻ്റെ സാരഥികൾ പഞ്ചായത്തിനകത്ത് പ്രവേശിച്ചതോടുകൂടി ഇവർക്കിവിടെ നിന്ന് കക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്, ഇവരെ കീശയിലേക്ക് പോകുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബുദ്ധിയിൽ വേറൊരു കാര്യം വരുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ നാടിനകത്ത് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്നാലും ഈ മുഗ്രാൽപുത്തൂർ പഞ്ചായത്തിനകത്ത് ഈ കാട്ടുകള്ളനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയൊരു അഴിമതി നടത്തുന്നത്. നമുക്കറിയാം, കാലങ്ങളായി ഈ മുഗ്രാൽപുത്തൂർ പഞ്ചായത്തിനകത്ത് ഒരുപാട് അഴിമതികളാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ പറയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ എത്തിച്ചു കൊടുത്ത ഓക്സിമീറ്റർ അടിച്ചു മാറ്റുകയും അതിൻ്റെ ഭാഗമായി ഈ നാടിനകത്ത് ഇടതുപക്ഷവും DYFയും സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സമവായം എന്ന രീതിയിൽ അത് തിരിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് 20 ലക്ഷം രൂപ ചെലവിട്ട് തൻ്റെ സ്വന്തം വാർഡിനകത്ത് ജംബോ ബാംബു ജംഗിൾ എന്ന രീതിയിൽ കാട് എന്ന രീതിയിൽ ഒരു പദ്ധതി ഉണ്ടാക്കി 20 ലക്ഷം രൂപ അടിച്ചു മാറ്റുന്ന ഒരവസ്ഥ ഈ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ നാടിനകത്ത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വരുന്നുണ്ടോ, ഈ നാടിനകത്ത് ഏതൊക്കെ വലിയ വീടുകൾ വരുന്നുണ്ടോ, അതൊക്കെ അനധികൃതമായി അതിന് അനുമതി നൽകിക്കൊണ്ട് ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പുതുതായി ഒരു ബിസിനസ് തുടങ്ങിയാൽ, നിങ്ങൾക്കറിയാം, ഈ മുഗ്രാൽപുത്തൂർക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആരൊക്കെയാണെന്ന്. ഈ നാടിനകത്ത് ബിസിനസ് തുടങ്ങുന്ന
തുടങ്ങിയവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനധികൃതമായി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ 4.5 വർഷം കൊണ്ട് ഗൾഫിലടക്കം ഒരുപാട് സമ്പാദ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ നാടിനകത്ത് പഞ്ചായത്തിനകത്ത് വന്നാൽ ഏത് സമയം നോക്കിയാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാവാറില്ല. അന്വേഷിച്ച് നോക്കിയാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അദ്ദേഹം ദുബൈയിലാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിലാണ്, അവിടെ ബിസിനസ് ചെയ്യുകയാണ്. എവിടെ നിന്നാണ് ഈ പണം? ഈ നാടിനകത്ത് പാവപ്പെട്ടവൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ നാടിനകത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് അനുമതി കിട്ടണമെങ്കിൽ മുജീബ് കമ്പാറി എന്ന കാട്ടുകള്ളനെ കാണേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തിന് സൽക്കരിച്ചാലല്ലാതെ, ഈ മുജീബിന് എങ്ങനെയെങ്കിലും ഉപകാരം കിട്ടിയാലല്ലാതെ ഈ നാടിനകത്ത് ഒരു ബിസിനസ്സും തുടങ്ങാൻ വേണ്ടി പറ്റുകയില്ല. കളവ് നടത്താമെന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊന്ന് പറഞ്ഞു വെക്കുകയാണ്, കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത് ഒരു സൂചന മാത്രമാണ്, LDFന്റെ ചെറിയൊരു സൂചന മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഈ കള്ളന് കൂട്ടുനിന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഈ കാട്ടുകള്ളനെ രാജിവെപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകുന്നില്ലെങ്കിൽ, ഇവിടുത്തെ UDF തയ്യാറാകുന്നില്ലെങ്കിൽ അത് LDF ഏറ്റെടുക്കും. ഇന്ന് പഞ്ചായത്തിന്റെ ഗേറ്റിന് മുമ്പിലാണ് ഞങ്ങളുടെ സൂചനാ സമരമെങ്കിൽ, നാളെ വൈസ് പ്രസിഡന്റ് ചേംബറിനകത്ത് കയറിക്കൊണ്ട് ഉപരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് നിങ്ങൾക്കുള്ള താക്കീത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ഒരാൾ ഒരു വിധിയുണ്ട് എന്ന് പറഞ്ഞ് ആരിക്കാടിയിലെ ഒരു കോട്ടക്കകത്ത് പോവുകയും, ആ പോയ സന്ദർഭത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നാട്ടുകാർ കള്ളന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പിടികൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ അകത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ വാർഡിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ആ വാർഡിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ നടക്കാനും, നല്ല രീതിയിൽ സംസാരിക്കാനും, നല്ല രീതിയിൽ പെരുമാറാനും, നല്ല സ്വഭാവത്തോടു കൂടി നല്ല ഒരു ഈ നാടിൻ്റെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ഒരുപോലെ കാണുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ ആകെ തന്നെ നാടിന്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ആകെയുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു കള്ളനല്ലെന്നും ഞാൻ വളരെ സത്യസന്ധനായ ആളാണെന്നും മറ്റെല്ലാം രീതിയിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമുള്ള ആളായിരിക്കണം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. നമുക്കറിയാം, ലീഗ് കാലങ്ങളായിട്ട് ഈ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. നമ്മുടെ കേരള കൊണ്ടുപോയത് പോയത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെല്ലാം തന്നെ സ്വഭാവം കൊള്ളയടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. എങ്ങനെയാണ് ഇവരെല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ അകത്ത് കയറ്റുന്നത്? ഈ പഞ്ചായത്തിന്റെ അകത്ത് ഇവരെല്ലാം തന്നെ നിരന്തരമായി കയറ്റിയാൽ ഈ പഞ്ചായത്തിന്റെ അടിത്തറന്നെ ഇളകി മറച്ചു വെക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു കൂട്ടമാണ് ഇവർ എന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഇതൊരു പച്ചക്കുള്ള ഒരു കൊള്ളയാണ്. ആ കൊള്ള നടത്താൻ വേണ്ടിയാണ് പോയത്. അവരുടെ മനസ്സെന്താണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം പഞ്ചായത്ത് ഭരിച്ചു. ഇതിനു മുമ്പ് അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? വൈസ് പ്രസിഡന്റ് നാടിന്റെ ആകെ തന്നെ സമ്പത്താണ്. നിധിയായാലും ഈ നാടിന്റെ അകത്തുണ്ടാകുന്ന ഏത് വസ്തുവായാലും അതെല്ലാം തന്നെ പൊതുസ്വത്താണ്, പൊതുജനങ്ങളുടെ സ്വത്താണ്. ആ പൊതുസ്വത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അങ്ങനെ എനിക്ക് ഒരു നിധിയുണ്ട് എന്നൊരു സൂചന കിട്ടിയാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഈ നാടിന്റെ അകത്ത് സംഭവിക്കുന്നുവെന്ന് ഒരു സൂചന കിട്ടിയാൽ, ഈ പഞ്ചായത്ത് മെമ്പർ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മെമ്പറാണ്. പ്രതിജ്ഞ ചെയ്ത് ഇന്ത്യൻ ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ പഞ്ചായത്തിന്റെ അകത്തേക്ക് മെമ്പറായും വൈസ് പ്രസിഡന്റായും വന്നിട്ടുള്ളത്. ആ മനുഷ്യനാണ് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഈ രാജ്യത്തിലെയും ഈ നാടിന്റെയും നാടിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ പണവും കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലീഗ്, ആ ലീഗിന്റെ ഒരു നേതാവ് നമുക്ക് പറയുമ്പോൾ എല്ലാം പറയും, എല്ലായിടത്തും വലിയ മാന്യനെ പോലെ പോയി നിൽക്കും. നമ്മുടെ വികസനമാണ് കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചന്ദ്രഗിരി പുഴ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അകത്ത് അത് എങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ കണ്ടത്.
കാരണം നമുക്കറിയാം ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ ഈ പഞ്ചായത്ത് ഭരണവും പഞ്ചായത്ത് മെമ്പറും രാഷ്ട്രീയ സ്ഥാനങ്ങളെല്ലാം തന്നെ അഴിമതി നടത്തി സ്വന്തം ഉദരം വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഒരു നാട്ടുകാരുടെയും ഒരു ജനങ്ങളുടെയും ഒരു നാടിന്റെയും ഒരു താല്പര്യം സംരക്ഷിക്കാൻ ഇവർ ഒരിക്കലും മുമ്പോട്ട് നിൽക്കില്ല. ആ താല്പര്യം സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് കാണിക്കുമെങ്കിലും എനിക്കെന്ത് കിട്ടും, എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് കക്കാൻ വേണ്ടി പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഈ ലീഗാണ് ഭരിക്കുന്നത്. ആ ലീഗിന്റെ നേതാക്കന്മാർ ഇതിന് മുമ്പുള്ള ആൾക്കാർ ആയാലും പിന്നെ വന്ന ആൾക്കാരായാലും മുമ്പുള്ള ആൾക്കാർ അന്നെങ്കിലും പറയണമായിരുന്നു, ഈ കാട്ടുകള്ളനെ നമ്മുടെ പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ പോയ ആളെ കൂട്ടി പോയ ഒരു നേതാവിനെ ഓൺ ദി സ്പോട്ടിൽ അതേ സന്ദർഭത്തിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇവർക്ക് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം. ഈ ലീഗും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തൊരു പഞ്ചായത്തിന്റെ BJP ഭരിക്കുന്ന മധൂർ പഞ്ചായത്ത്, അതിന്റെ അകത്തും ഇതുപോലെ തന്നെയാണ്. ആ പഞ്ചായത്തിനകത്തുള്ള ഫണ്ടുകൾ എങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടി പറ്റും, അതാണ് രാവിലെ വന്നിട്ട് ആസൂത്രണം ചെയ്തത്. വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോഴും ആസൂത്രണം ചെയ്തത് ഈ പഞ്ചായത്തിനകത്തുള്ള ഫണ്ടുകൾ എങ്ങനെ കൊള്ളയടിക്കാം. ഒരു വികസനവും അവർക്ക് വേണ്ട. നാടാകെ വികസിക്കുന്നുണ്ട്, കേരളമാകെ മാറുന്നുണ്ട്. കേരളത്തിന്റെ അകത്ത് നമുക്കിത് ചന്ദ്രഗിരി പുഴ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ മറ്റു പാർട്ടികളെല്ലാം തന്നെ ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വികസനമാണ് കാണുന്നത്. പക്ഷേ റോഡിന്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള വികസനങ്ങളും മുമ്പോട്ട് ജനങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട വിഷയമാണ് അദ്ദേഹം ഈ നടത്തിയിട്ടുള്ള ഈ മുജീബ് കമ്പാർ നടത്തിയിട്ടുള്ളത്. ഇത്തരം കാട്ടുകള്ളന്മാർ ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൽ ആവശ്യമില്ല. ആ സ്ഥാനം ഒഴിഞ്ഞ് രാജിവെച്ച് ഉടൻ തന്നെ പുറത്തു പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അയാൾ രാജിവെക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാം അറിഞ്ഞ പോലെ തന്നെ മിനിയാന്ന് വൈകുന്നേരം 4 മണിക്കാണ് ആരിക്കാടി കോട്ടയിൽ വെച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് മുജീബ് കമ്പാർ പോലീസിൻ്റെ നാട്ടുകാരെയും പിടിയിലാകും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തി ഇത്തരം നീചമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ നാടിനാകെ അപമാനകരമാകുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ധാർമ്മികത കൊണ്ട് ഈ രാജിവെച്ച് ആ നിമിഷം തന്നെ പുറത്തു പോകേണ്ടതാണ്. ഇത്രയും ഈ കേരളത്തിലാകെ എല്ലാ മാധ്യമങ്ങളിലും വന്ന് കേരളത്തിലാകെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയ വൈസ് പ്രസിഡന്റ്, ഈ കൊള്ള സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈസ് പ്രസിഡന്റ് ഉടനെ രാജിവെക്കണമാണ് എന്നാണ് മൂരാപുത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity.